ഇനി നമ്മൾ ചില മിത്തുകളൊക്കെ ഉണ്ട്. ഞാൻ പണ്ട് കേട്ടിട്ടുള്ള ചില മിത്തുകളൊക്കെ ഇങ്ങനെ കുറേ ഉണ്ട്. നമ്മളിപ്പോൾ ആനയുടെ നെറ്റിയിൽ എന്തെങ്കിലും എടുത്തെറിഞ്ഞാൽ ആന ചെരിഞ്ഞു പോകും. അങ്ങനെയുള്ള കുറേ മിത്തുകൾ നമ്മളിപ്പോഴും വിശ്വസിച്ചിരിക്കുന്നുണ്ട്. ശരീരത്തിൽ മൊത്തം മർമ്മങ്ങളുണ്ട്. ശരീരത്തിൽ മുഴുവനായിട്ട് തന്നെ ഒരുപാട് മർമ്മങ്ങളുള്ള ഒരു ജീവിയാണ് ആന. അപ്പോൾ ഓരോ മർമ്മത്തിനും ഇപ്പം വായിച്ച് മനസ്സിലാക്കിയാണ്, ഞാൻ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ ആയിട്ടൊന്നു. ഓരോ മർമ്മത്തിനും അതിൻ്റേതായിട്ടുള്ള ക്ഷതങ്ങൾ സംഭവിക്കുകയാണെങ്കിൽ ആനയ്ക്ക് കുഴപ്പങ്ങൾ ഉണ്ടാവാറുണ്ടെന്ന് വായിച്ചിട്ടുണ്ട്. ഇപ്പം മറ്റേ നമ്മൾ ആനക്കാരന് ഉപയോഗിക്കുന്ന കമ്പാണെങ്കിലും ഒരു പർട്ടിക്കുലർ സ്ഥലത്തല്ലാതെ തൊട്ടപ്പുറത്തോ പുറത്തോ മാറിക്കഴിഞ്ഞാൽ ഞരമ്പിനെ ബാധിക്കുമെന്നും അങ്ങനെ ഓരോ അത് വൃത്തിയായിട്ട് നമ്മുടെ മാതംഗലീലയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ശരീരം മൊത്തം മർമ്മങ്ങളുള്ള ജീവിയാണ്. പിന്നെ ഡയറക്റ്റ് ഇവിടേക്ക് നെറ്റിയിൽ എറിഞ്ഞാൽ ഇത് ഞാനും കേട്ടിട്ടുണ്ട്. അതിൻ്റെ ഇതിനെക്കുറിച്ച് പറയാൻ എനിക്ക് അറിയില്ല അല്ലേ? ഓക്കെ. ഇനിയിപ്പോൾ ആനയെ പ്രകോപിപ്പിക്കുന്ന കാര്യങ്ങൾ കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതിൽ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ ഒരു കോമൺ മാൻ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ. കോമൺ മാൻ ഇൻ ദ സെൻസ്, അതായത് നമ്മൾ സാധാരണക്കാർ ശ്രദ്ധിക്കേണ്ട വെച്ചാൽ നമ്മൾ ആനയെ നമുക്കിപ്പോൾ ആന പാപ്പാനും അതുമായി ബന്ധപ്പെട്ടവർക്കൊക്കെ അറിയാമായിരിക്കും. പക്ഷേ സാധാരണക്കാർക്ക് അറിയില്ല ആന എങ്ങനെയാണ് പ്രകോപിതനാവുക എന്നുള്ളത്. അപ്പോൾ മെയിനായിട്ട് ആനയെ പ്രകോപിപ്പിക്കുന്ന ചില കാര്യങ്ങൾ. പെട്ടെന്ന് ആനയുടെ അടുത്തേക്ക് കയറി ചെല്ലാതിരിക്കുക, അതൊരു പെട്ടെന്ന് നോർമൽ. പിന്നെ അതല്ലാതെ എന്തെങ്കിലും ആനയ്ക്കിപ്പം നമ്മൾ സ്നേഹത്തോടൊക്കെ ചിലപ്പോൾ പഴമൊക്കെ വാങ്ങിച്ചു കൊടുക്കുകയാണെങ്കിലും അത് പാപ്പാനോട് പറഞ്ഞതിന് ശേഷം മാത്രം കൊടുക്കുക. നമ്മളുടെ ഇഷ്ടത്തിന് കയറി ചെന്ന് കൊടുക്കാൻ നിൽക്കരുത്. കാരണം ആന ചിലപ്പോൾ ആനയുടെ മൈൻഡ് നമുക്ക് വായിച്ചെടുക്കാൻ പറ്റില്ല. പ്രസൻസ് ഓഫ് മൈൻഡ് ഉണ്ടോ ഇല്ലയോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആലോചിച്ച് വെക്കുകയാണോ എന്നൊന്നും അറിയില്ല. അപ്പം നമ്മൾ പാപ്പാനോട് പറഞ്ഞതിന് ശേഷം മാത്രം ആനയുടെ സമീപത്തേക്ക് പോവുക. അതാണ്. അത് ഭക്ഷണം കൊടുക്കുന്നതാണെങ്കിലും ശരി, ആനയൊന്ന് തൊടാനാണെങ്കിലും ശരി, കൗതുകം കൊണ്ട് തൊടാനാണെങ്കിലും ശരി, എന്താണെങ്കിലും വിത്തൗട്ട് ദ പെർമിഷൻ ഓഫ് എ മാഹോട്ട് ആനയുടെ അടുത്തേ പോകരുത്. കീപ്പ് എ സേഫർ ഡിസ്റ്റൻസ് ആനകളിൽ നിന്ന് എപ്പോഴും. ഓക്കെ. ഈ കുട്ടികളെയൊക്കെ ഈ തുമ്പിക്കൈ കൊണ്ട് തൊടിയിക്കുന്ന ഒരു ആചാരമൊക്കെ ഞാനിങ്ങനെ കണ്ടിട്ടുണ്ട്. അല്ല, നമ്മുടെ കേരളത്തിൽ പൊതുവെ അങ്ങനെയില്ല. തമിഴ്നാട്ടിലുണ്ട്. തമിഴ്നാട്ടിൽ അനുഗ്രഹം അതും ഒരു റിസ്ക് ആയിട്ടുള്ള ഒരു കാര്യമല്ലേ ശരിക്കും? തീർച്ചയായിട്ടും അവിടെയും നമ്മൾ ശ്രദ്ധിക്കണം. അങ്ങനെ ഒരു തീർച്ചയാണ്. പിന്നെ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആനയും പാപ്പാനും തമ്മിലുള്ളൊരു ബോണ്ടിങ് ആണത്. എനിക്ക് ആ പാപ്പാന് ആനയെ അത്രത്തോളം വിശ്വാസമാണ് എന്നുള്ളൊരു ബോണ്ടിങ്ങിൻ്റെ പുറത്താണ് അതൊക്കെ ശീലങ്ങളുടെ അത് നമ്മൾ പറഞ്ഞില്ലേ, ടേം ചെയ്യാന്ന് പറയില്ലേ, അതിൻ്റെ ഭാഗമായിട്ട് ആന പരിശീലിപ്പിക്കുന്നതാണ്. ഇപ്പോൾ സർക്കസിലൊക്കെ ഇപ്പോഴില്ല, കുട്ടിക്കാലത്ത് സർക്കസ് കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. ആന ചെയറിലിരിക്കുന്നതും ആന ക്രിക്കറ്റ് കളിക്കുന്നതും അതൊക്കെയെന്ന് വെച്ചാൽ ആന പഠിപ്പിച്ച് ശീലിപ്പിച്ചെടുക്കുകയാണ്. ശീലിപ്പിച്ച കാര്യങ്ങളാണ്. സൈക്കിൾ ചവിട്ടുന്ന കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഉത്സവത്തിന് ആന ഇടഞ്ഞു, ആന ഒരു പ്രശ്നമുണ്ടാക്കി എന്ന് വെച്ചോളൂ. ഒരുപാട് ആയിരക്കണക്കിന് ആൾക്കാർ ആ ഉത്സവം കാണാനായിട്ട് വന്നിട്ടുണ്ടാകും. ആളുകൾ പരിഭ്രാന്തരാവും, ചിലപ്പോൾ ആനയെ അങ്ങോട്ട് ഉപദ്രവിക്കാൻ ശ്രമിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ആന പുറത്തുള്ളവർ ആകെ പേടിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അപ്പോൾ അവിടുത്തെ ജനങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ആന ഇടഞ്ഞ് ഒരു പ്രശ്നമായി എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത്? ആദ്യം തന്നെ മൊബൈൽ ഫോണിൽ ഷൂട്ട് ചെയ്യാതെ അവനോൻ്റെ സേഫ്റ്റി നോക്കുക. കാരണം ഇപ്പോൾ കാണുന്ന ട്രെൻഡ് എന്ന് വെച്ചാൽ എന്താണെങ്കിലും മൊബൈലിൽ വീഡിയോ എടുക്കാൻ നിൽക്കുകയാണ്. അതിനേക്കാൾ ഉപരി ഇപ്പം നമുക്ക് വേണ്ടപ്പെട്ടവരുമായിട്ടാണ് ഉത്സവം കാണാൻ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും കൂടെ സേഫ് ആയിട്ടൊരു സ്ഥലത്തേക്ക് മാറി നിൽക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ അവിടുന്ന് എത്രയും പെട്ടെന്ന് മാറുക. അത് തന്നെയാണ് ഏറ്റവും നല്ലത്. നമ്മൾ ഓടി മറയാതെ ശ്രദ്ധിക്കുക അല്ലേ? നമ്മൾ ശ്രദ്ധിക്കുക. അത് നമ്മൾ കോമൺ ആണല്ലോ. ഇപ്പോൾ എന്തെങ്കിലും ഒരു പാനിക് സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് സ്കൂട്ടാവുക എന്ന് പറയില്ലേ, അത് തന്നെ. അപ്പോൾ മൊബൈലിൽ വീഡിയോയും ഫോട്ടോയും എടുക്കാൻ നിൽക്കാതെ മാക്സിമം സേഫ്റ്റി കാര്യങ്ങൾ നോക്കുക. ഈ മയക്കുവെടി എന്നുള്ളൊരു കാര്യം നമ്മൾ പൊതുവെ കേൾക്കാറുണ്ട്. ആനകൾ പ്രശ്നം ഉണ്ടാക്കുന്ന സമയത്ത് മയക്കുവെടി വെച്ചു എന്നുള്ള കാര്യങ്ങൾ, അതെന്താണ് ശരിക്കും അത് അങ്ങനെ ചെയ്യുന്നത്? സിമ്പിളായിട്ട് പറഞ്ഞാൽ ആനയുടെ മറ്റേ ഈ നമുക്കിപ്പം എങ്ങനെ ഇപ്പോൾ പറയുക, ഇറ്റ്സ് എ മെഡിസിൻ. അതൊരു മെഡിസിനാണ്. ആനയുടെ ആക്ടിവിറ്റീസ് നന്നായി കുറച്ച് നിർത്തുക എന്നുള്ള ഒരു മെഡിസിനാണ്. ഇപ്പം നമുക്ക് അനസ്തേഷ്യയൊക്കെ തരില്ലേ, അതേപോലെ ഇറ്റ്സ് എ മെഡിസിനാണ്. അതൊരു കോമ്പിനേഷൻ ഓഫ് ഡ്രഗ്സ് ആണ്. അത് ആനയുടെ ആക്ടിവിറ്റീസിനെ അങ്ങനെ ഡൗൺ ചെയ്യും. അപ്പോൾ പെട്ടെന്ന് നമുക്ക് പോയിട്ട് ആന ബന്ദോബസ്ത് ചെയ്യണമെങ്കിലൊക്കെ പെട്ടെന്ന് ചെയ്യാനും ആന കൺട്രോളബിൾ ആക്കാൻ എളുപ്പമാണ്. ഓക്കെ.
ഞാനൊരു കൗതുകം കൊണ്ട് ചോദിക്കുകയാണ്, ഈ ആനയുടെ ശരിക്കുമുള്ള ഭക്ഷണം എന്താണ്? നമ്മൾ ഈ ചക്കക്കൊമ്പം, അരിക്കൊമ്പൻ എന്നുള്ള വാക്കുകളൊക്കെ നമ്മൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഈ ചക്ക മാത്രമേ തിന്നുള്ളൂ അല്ലെങ്കിൽ അരി മാത്രമേ കഴിക്കുകയുള്ളൂ എന്നുള്ള അങ്ങനെയുള്ള കുറേ കൊമ്പന്മാർ നമ്മളിങ്ങനെ പേരിട്ട് വിളിക്കുന്നുണ്ട്. ശരിക്കും ഇതിൻ്റെ ബേസിക് ഫുഡ് എന്താണ്? ബേസിക് ഫുഡിൽ കാട്ടിലെ സംബന്ധിച്ച് ആന ഇപ്പോൾ പറയുകയാണെങ്കിൽ ഇല കഴിക്കാറുണ്ട് സാധാരണ വെജിറ്റബിൾ തന്നെയാണ്. അതായത് ആന വെജിറ്റേറിയൻ ആണ്. ആന യാതൊരു സംശയമില്ല, ഇറ്റ്സ് എ മെഗാ ഹെർബിവോർ എന്നാ പറയാ. അതായത് ഹെർബിവോഴ്സിൽ വലിയൊരു ജീവിയാണ്. അപ്പം ആന ഇപ്പം സസ്യങ്ങളിൽ പല സസ്യങ്ങളുടെ ഇലകൾ കഴിക്കാറുണ്ട്, കമ്പ് കഴിക്കാറുണ്ട്, അതിൻ്റെ ബ്രാഞ്ചസ് കഴിക്കാറുണ്ട്, തൊലി ചീന്തി കഴിക്കാറുണ്ട്, ചിലതിൻ്റെ റൂട്ട്സ് കഴിക്കാറുണ്ട്, ചില കിഴങ്ങുകൾ കഴിക്കാറുണ്ട്, പുല്ല് കഴിക്കാറുണ്ട്, വള്ളികൾ കഴിക്കാറുണ്ട്, ഫ്രൂട്ട്സ് കഴിക്കാറുണ്ട്, ചില ഫ്ലവേഴ്സ് കഴിക്കാറുണ്ട്. സോ ഇറ്റ്സ് എ ഹെർബിവോർ. അതിന് പാലറ്റബിളായിട്ട് ഒരുപാട് എണ്ണങ്ങളുണ്ട്. അപ്പോൾ റിസർച്ചേഴ്സിൽ ഓരോ പേപ്പേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഓരോ ഏരിയ വൈസ് അല്ലെങ്കിൽ ഇപ്പം ആഫ്രിക്കൻ ആനകൾ കഴിക്കുന്ന ഒരു ലിസ്റ്റ് കാണാറുണ്ട്, അല്ലെങ്കിൽ ഇന്ത്യൻ ആനകൾ കാട്ടിൽ കഴിക്കുന്നത് കാണാറുണ്ട്, മുളകൾ കഴിക്കാറുണ്ട്, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ കഴിക്കും. കാരണം ഇത് പത്തായം പോലത്തെ വയറാണല്ലോ. അപ്പോൾ ഈ വയറ് ഫില്ലാക്കാന്ന് വെച്ചാൽ ഇറ്റ്സ് നോട്ട് ഈസി. അപ്പം വെറൈറ്റീസ് ഓഫ് ഫുഡ് ആണ് കഴിക്കാറ്. അപ്പം നമ്മൾ നാട്ടിൽ എനിക്ക് തോന്നുന്നു താങ്കൾ ഈ ചോദിക്കാനുള്ള ചോദ്യം എന്ന് വെച്ചാൽ നാട്ടിലിപ്പോൾ പനമ്പട്ടയാണല്ലോ, അതായിരിക്കും കണ്ടതുകൊണ്ടായിരിക്കാം ചോദിക്കേണ്ടത്. അത് മാത്രമല്ല, ആനയെ സംബന്ധിച്ച് ഒരുപാട് വെറൈറ്റി ഫുഡ്സ് കഴിക്കുന്നൊരു, ഇപ്പം ആലിൻ്റെ കൊമ്പ്, മാവിൻ്റെ കൊമ്പ്, പിന്നെ കുറേ വള്ളികൾ, പിന്നെ പുല്ല് തന്നെ ഒരുപാട് എണ്ണം ഉണ്ടല്ലോ, മുള, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ കഴിക്കാറുണ്ട്. ഈവൻ ഡ്രൈ സീസണിൽ ഉണക്കപ്പുല്ല് വരെ പറിച്ചെടുത്ത് മണ്ണ് തട്ടി കഴിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഓക്കെ ഓക്കെ. ഈ നാട്ടിലെ ആനകൾക്ക് മനുഷ്യന്മാർ കഴിക്കുന്ന നോൺ വെജ് അല്ലാത്ത ഭക്ഷണങ്ങളൊക്കെ കൊടുക്കാറുണ്ടോ? അത് എന്താന്ന് വെച്ചാൽ ഇപ്പം പാപ്പമാർ കൊടുക്കുക എന്ന് വെച്ചാൽ ഇപ്പോൾ പഴം അല്ലെങ്കിൽ തേങ്ങ അങ്ങനെയുള്ളതൊക്കെ അങ്ങനെ കൊടുക്കാറുണ്ട്. അതല്ലാതെ തന്നെ ഇപ്പോൾ അവർ ചായയും കടിയും കഴിക്കുകയാണെങ്കിൽ അവരെന്ത് ചെയ്യുന്ന വെച്ചാൽ ചായ കുടിച്ചിട്ട് ഇപ്പോൾ ഒരു പഴംപൊരി ആണെങ്കിൽ അതൊരു സ്നേഹത്തിൻ്റെ, അതൊരു കൂറിൻ്റെ ഭാഗമാണ്. അപ്പോൾ പഴംപൊരി പാതി കടിച്ചിട്ട് പാപ്പൻ ബാക്കി പാതി തൻ്റെ മോൻ അല്ലെങ്കിൽ ആ ഒരു സ്നേഹത്തിൻ്റെ പുറത്ത് അതിൻ്റെ വായിൽ വെച്ച് കൊടുക്കാറുണ്ട്. അതും കഴിക്കും. അത് പ്രശ്നമൊന്നുമില്ല. ഇല്ല, ആകെ ഒരു അരപ്പഴംപൊരിയൊക്കെ അല്ലേ. ഇനി എനിക്കൊരു കാര്യം ചോദിക്കാനുള്ളത്, ഇപ്പോൾ എനിക്കൊരു ആനയെ വാങ്ങിക്കണം, എനിക്കൊരു ആനയെ വളർത്തണം, ഞാൻ എന്താ ചെയ്യേണ്ടത് ശരിക്കും? ഇപ്പോൾ താങ്കൾക്ക് ഇപ്പോൾ ലീഗലി താങ്കൾക്ക് ആനയെ വാങ്ങിക്കാൻ പറ്റില്ല ആസ് പെർ നിയമം. ആണോ? അല്ല, അങ്ങനെയുള്ളൊരു ഓപ്ഷൻ അല്ലല്ല, വാങ്ങിക്കാൻ പറ്റില്ല, നിയമം അങ്ങനെയാണ്. കാരണം ഷെഡ്യൂൾ 1 ഒരു അനിമലാണ്. പിന്നെ അതുമാത്രമല്ല, നമ്മുടെ ഭാരതത്തിൻ്റെ പൈതൃക മൃഗമാണ്, ഹെറിറ്റേജ് അനിമൽ സ്റ്റാറ്റസിലുള്ളൊരു ജീവിയും കൂടെയാണ്. കേരളത്തിൽ ആനയെ വാങ്ങിക്കുന്നതും ഒക്കെ നിരോധനമാണ്. അപ്പോൾ ആനയെ ഈ വളർത്തുന്ന ആൾക്കാരെങ്ങനെയാണ് അത് വാങ്ങിച്ചത്? അത് ആദ്യം ഉണ്ടായിരുന്നു, ഇപ്പില്ല. ഇപ്പല്ല. പക്ഷേ നമ്മൾ കേട്ടിട്ടുണ്ട്, നമ്മുടെ തറവാടിൽ 4 ആന ഉണ്ടായിരുന്നു, 1 ആന ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പേഴ്സണലി ആനയെ നമുക്ക് വാങ്ങിക്കാനോ വളർത്താനോ പറ്റില്ല? ഇപ്പോൾ പറ്റില്ല. ഇപ്പോൾ കൈമാറ്റം അല്ലെങ്കിൽ വാങ്ങിക്കാനോ പറ്റില്ല. ആദ്യം പറ്റിയിരുന്നു. അങ്ങനെയാണ് ഒരുപാട് ആനകളൊക്കെ ഇപ്പോൾ ബീഹാറിൽ നിന്ന് സോൺപൂർ മേളയിൽ നിന്നൊക്കെ വന്നിരുന്നു, വാങ്ങിച്ചിട്ട് ഇവിടെ കൊണ്ടുവന്ന് നമ്മളെ കേരളത്തിലെ ആനകളാക്കി ഇരുന്നു. പക്ഷേ കുറച്ച് കാലമായിട്ട് ആനയെ സ്വന്തമാക്കാൻ പറ്റില്ല. അപ്പോൾ ഇപ്പോൾ കാണുന്ന ഈ ആനകളൊക്കെ അതൊക്കെ നേരത്തെ വന്ന് അവരുടെ കയ്യിലുള്ള ആനകളാണല്ലേ? അത് നമുക്ക് അല്ലാതെ ഇപ്പോൾ ആനക്കച്ചവടം ഇല്ല. ആനക്കച്ചവടം പാടില്ല നിയമം. ഓക്കെ ഓക്കെ. ഇപ്പോൾ ദേവസ്വത്തിന്റെ ഭാഗവും ഒക്കെ ആയിട്ട് അതൊക്കെ ഓൾറെഡി ഉള്ള ആനകളാണ്. ഓക്കെ. അപ്പോൾ ഇപ്പോൾ പുതിയ ആനകളൊക്കെ വരുന്നുണ്ടോ നമ്മുടെ നാട്ടിലേക്ക്? ഇല്ല. ഇപ്പം നിലവിലുള്ള ആനകൾ മാത്രം? നിലവിൽ ഏത് നമുക്ക് ആ ഒരു നാട്ടാന സിസ്റ്റം ഏതാണുള്ളത് അത് മാത്രമേ ഉള്ളൂ. അല്ലാതെ പുറമേ നിന്നൊന്നും ഇൻഡർസ്റ്റേറ്റ് പെർമിറ്റ് ഒന്നും ഇല്ല. ഓക്കെ. അപ്പോൾ ഇനിയിപ്പോൾ കുറേ കാലം കഴിയുമ്പോൾ ഈ നാട്ടാനകളൊക്കെ ഇല്ലാതാവുമോ അപ്പോൾ അങ്ങനെയാണെങ്കിൽ? അതോ ഈ ചട്ടം പഠിപ്പിച്ച് കൊണ്ടുവരുന്ന ആനകളൊക്കെ ഇല്ലാതാവും? അല്ല, ഒരാനയെ സംബന്ധിച്ച് നമുക്കിപ്പം പുരുഷായുസ് എന്നാണ് പറയുന്നത്. അപ്പം ഒരു പരിധി കഴിഞ്ഞാൽ ഒബ്വിയസ്ലി ആനകൾ ഇല്ലാതാവുമല്ലോ. അപ്പം മേ ബി അത് പുതിയതൊന്നും വളർത്തുന്നില്ല. അല്ല, അത് ഗവൺമെൻറ് എടുക്കേണ്ട ഡിസിഷൻ ആണല്ലേ, ഡിപ്പെൻഡ്സ് ഓൺ ദ ലോ, നമ്മളല്ല. ഓക്കെ ഓക്കെ. നമ്മൾ പലപ്പോഴും കേൾക്കുന്ന ഒരു കാര്യമാണ് ഒറ്റയാനാണ് ഭീകരനാണെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. എന്താണ് ഈ ഒറ്റയാൻ്റെ പ്രത്യേകത? ഒറ്റയാൻ എന്ന് വെച്ചാൽ സിമ്പിളാണ്, ഒറ്റയ്ക്ക് നടക്കുന്ന ഒരു ആന. അല്ലാതെ അങ്ങനത്തെ ഉള്ള ഈ ഭീകരണം എന്നൊന്നും പറയാൻ പറ്റില്ല. അത് നമ്മൾ ആ ഒരു വേർഡിന് കൊടുക്കുന്ന സ്ട്രെസ്സാണ് ഒറ്റയാൻ എന്ന് പറഞ്ഞു കൊടുക്കുന്നത്. അതൊരു ഒറ്റയ്ക്ക് നടക്കുന്ന ഒരു ആന. കാരണം ഒരു കൊമ്പനാനയെ സംബന്ധിച്ച് ഏകദേശം അതിൻ്റെ ഗ്രൂപ്പിൽ നിന്ന് ഒരു 10-11 വയസ്സാകുമ്പോൾ തന്നെ അത് മെല്ലെ
പുറത്തേക്ക് പോകും. മാക്സിമം ഇൻബ്രീഡിംഗ് ഒക്കെ ഒഴിവാക്കാനായിട്ട് പ്രകൃതി തന്നെ കൊടുത്തിരിക്കുന്ന ഒരു ഇതാണ്. ഇപ്പോൾ 10-11 വയസ്സ് കഴിയുമ്പോൾ അതിൻ്റെ മെല്ലെ പ്യൂബർട്ടി, അതായത് ഒരു മെയിൽ ക്യാരക്ടേഴ്സ് മെല്ലെ മെല്ലെ വന്നു തുടങ്ങും. അപ്പോൾ അതിനെ ഗ്രൂപ്പിൽ നിന്നും പുറത്തേക്കായി ലേഡീസ് മാത്രമാണ് ആനകളുടെ ഗ്രൂപ്പിൽ ഉണ്ടാവുക. കൊമ്പനാനകൾ അല്ലെങ്കിൽ കൊമ്പൻ കുട്ടികൾ മാക്സിമം 10-11 വയസ്സ് വരെയൊക്കെ ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞാൽ ഇൻഡിപെൻഡൻ്റ് ആണ്. മറ്റേ കോഴി എന്ന് പറഞ്ഞ കവിതയിൽ പറഞ്ഞ പോലെ നിന്റെ ജീവിതം നിൻകാര്യം മാത്രം എന്നുള്ള രീതിക്ക് അവർ പുറത്തേക്ക് പോകും. അങ്ങനെ നടന്നു പോകുന്ന ഒറ്റയ്ക്കുള്ള കൊമ്പന്മാരെ കാണുമ്പോൾ, കൊമ്പന്മാർ മാക്സിമം ഒറ്റയ്ക്കാണ് കാണാറുള്ളത്. ചില സമയം ഗ്രൂപ്പുമായിട്ട് കാണാറുണ്ട്. അങ്ങനെ ഒറ്റയ്ക്ക് നടന്നു പോകുന്ന കൊമ്പനാനകളെ കാണുമ്പോഴാണ് ഈ ഒറ്റയാൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ആനകൾ, ഈ കാട്ടാനകളൊക്കെ നാട്ടിലേക്ക് ഇറങ്ങി വരുന്നു, വീട്ടിലേക്ക് വരുന്ന വീഡിയോസൊക്കെ നമ്മളിങ്ങനെ കാണാറുണ്ട്. ഈ ഒരു മലമ്പ്രദേശങ്ങളിൽ താമസിക്കുന്നവർക്കൊക്കെയാണ് കൂടുതലായിട്ട് അവരുടെ ഒരു എഫക്റ്റ് ഉണ്ടാവുക, വീടുകളിലേക്ക് വരിക. അപ്പോൾ അങ്ങനെ വീടുകളിലേക്ക് വരുന്ന സമയത്ത് എന്താണ് ചെയ്യേണ്ടത്? ചിലപ്പോൾ അവിടെ കുട്ടികളും പ്രായമുള്ളവരൊക്കെ ഉണ്ടാവും. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിനെ വിവരം അറിയിക്കുക ആന ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ളത്. പിന്നെ മാക്സിമം ആന മുറ്റത്ത് നിൽക്കുകയാണെങ്കിൽ ഒന്നും പുറത്തേക്ക് ഇറങ്ങാതിരിക്കുക, സേഫ്റ്റി നോക്കുക. അത്ര മാത്രമേ ഉള്ളൂ. അല്ലാതെ പെട്ടെന്ന് തന്നെ അടുത്തുള്ളവരെയും വിവരം അറിയിക്കുക, അടുത്ത വീട്ടിലുള്ളവരെയും ഇങ്ങനെ ആനയുണ്ട് മുറ്റത്തുണ്ട് എന്നൊക്കെ അറിയിക്കുക. വനംവകുപ്പിനെ എത്രയും പെട്ടെന്ന് തന്നെ വിവരം അറിയിക്കുക. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ ഒരു ആനകൾ അവർക്ക് ഭക്ഷണം കാട്ടിലില്ലാത്തത് കൊണ്ടാണ് നാട്ടിലേക്ക് വരുന്നത് എന്ന് പൊതുവെ പറയാറുണ്ട്. അത് ശരിയാണോ? അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഇപ്പോൾ ഭക്ഷണം ധാരാളമുള്ള മറ്റേ റെയിനി സീസണിലും ആനകൾ പുറത്തിറങ്ങുന്നുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ ചില ആനകൾ ഗെറ്റിംഗ് യൂസ്ഡ് ടു ഇറ്റായി, അതായത് ഇറങ്ങി പുറത്തേക്ക് വന്ന് നല്ല ടേസ്റ്റിയർ ആയിട്ടുള്ള ഫുഡ് കഴിച്ച് ശീലിച്ചു. അപ്പോൾ ആനയെ സംബന്ധിച്ച് ഇപ്പം നമ്മളാണെങ്കിലും ജോലി കഴിഞ്ഞ്, അല്ലെങ്കിൽ ഇപ്പോൾ താങ്കളാണെങ്കിലും ഞാനാണെങ്കിലും ജോലി കഴിഞ്ഞ് വീടിൻ്റെ പ്രദേശത്ത് പോയി കഴിഞ്ഞാൽ കുറച്ച് ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ നല്ലൊരു ചായക്കടയിൽ നിന്ന് ഒരു ചായ കുടിച്ച് ശീലമാവുകയാണെങ്കിൽ നമ്മൾ പോവില്ലേ? അതേപോലുള്ള ശീലങ്ങൾ ആനകളും ശീലിച്ചു. പിന്നെ അത് മാക്സിമം ഇറങ്ങാതിരിക്കാനുള്ള കാര്യങ്ങൾ മാക്സിമം ചെയ്യാൻ ശ്രമിക്കുക അല്ലേ? അതിന് അതല്ലാതെ ഫുഡില്ല വെള്ളമില്ല എന്നൊക്കെ പറയുന്നതൊക്കെ വെറുതെയാണ്. അല്ല, വെറുതെ എന്നല്ല, അതൊക്കെ പഴയ തിയറീസ് ആയിരുന്നു. ഇപ്പോൾ ആനകളെ സംബന്ധിച്ച് നല്ല പ്ലൻറ്റി ഓഫ് ഫുഡുള്ള സമയത്തും നല്ല ലഷ് ഗ്രീൻ ഉള്ള സമയത്തും ആനകൾ പുറത്തേക്ക് വരുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ പുറത്തിറങ്ങി ഭക്ഷണം കഴിച്ച് ശീലിച്ചു. കാരണം നല്ല ടേസ്റ്റിയർ ആയിട്ടുള്ള, ഇപ്പം കൊയ്ത്തിന് മുന്നേ ഉള്ള കതിര് വന്ന് പാൽക്കതിരായി നിൽക്കുന്ന സമയത്തൊക്കെ നെല്ലിന് ഭയങ്കര ടേസ്റ്റാണ്. ആനകൾ അത് രസം പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അടുത്തുള്ള ഇപ്പം റബ്ബർ തോട്ടങ്ങൾ മുറിച്ചിട്ട് പുതിയ തൈ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഇടയിൽ പൈനാപ്പിൾ കൃഷി ചെയ്യാറുണ്ട്. അപ്പോൾ പൈനാപ്പിളിൻ്റെ ടേസ്റ്റ്. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നല്ല ടേസ്റ്റിയർ ആയിട്ട് ഫുഡ് കിട്ടുമ്പോൾ, മറ്റേന്ന് വെച്ചാൽ 10-15-16 മണിക്കൂർ ഇങ്ങനെ നടന്ന് കുറേ ഇലകളും അങ്ങനെയുള്ള വെറൈറ്റീസ് ഓഫ് ഭക്ഷണം നടന്ന് കഴിച്ച് ശീലിക്കണം. ഇതാവുമ്പോൾ പെട്ടെന്ന് ഇറങ്ങി നല്ല ടേസ്റ്റിയർ ആയിട്ട് ബൾക്കായിട്ട് കഴിക്കുകയും ചെയ്യാം. ഒരു പാടത്തേക്ക് ഇറങ്ങി നിന്ന് കഴിക്കാൻ എളുപ്പമാണല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് റിസ്ക് എടുത്തിട്ടായാലും അവർ മാക്സിമം പുറത്തേക്ക് വരാൻ ശ്രമിക്കുന്നത്. ഒരു സാധു ജീവിയാണ് ആന എന്നാണ് നമ്മൾ പൊതുവെ പറയുക. സാധു ജീവിയാണോ ആന ശരിക്കും? എന്നെ സംബന്ധിച്ച് പേഴ്സണലി എനിക്കിതിന് ഉത്തരം പറയാൻ പറ്റുള്ളൂ. എന്നെ സംബന്ധിച്ച് എനിക്കത് സാധു ജീവി തന്നെയാണ് അല്ലേ? നമ്മൾ ആ വലുപ്പം ഉണ്ടെങ്കിലും അങ്ങനെ എന്താ പറയുക, അത്ര അങ്ങ് ഉപദ്രവിക്കാത്തൊരു ജീവി തന്നെയാണ്. ഉപദ്രവത്തിൻ്റെ തോതൊക്കെ നമ്മൾ അളക്കുന്നതാണ്, അത് മനുഷ്യൻ അല്ലേ അളക്കുന്നത്. അവരെ സംബന്ധിച്ച് അവരവരുടെ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അവരുടെ സെൽഫ് പ്രൊട്ടക്ഷനും അവരുടെ കാര്യങ്ങൾക്കും വേണ്ടി അവർക്ക് തന്ന സാധനങ്ങൾ വെച്ചിട്ട് നമ്മളെ പേടിപ്പിക്കാനോ അല്ലെങ്കിൽ ഓടിക്കാനൊക്കെ ശ്രമിക്കുന്നു. ഇറ്റ്സ് ബേസിക്കലി ഏതൊരു മൃഗവും സാധു തന്നെയാണ്. നമ്മൾ കണ്ണാടി നോക്കേണ്ട ഇതാണ്. പക്ഷെ നമ്മളെ കമ്പയർ ചെയ്യുമ്പോൾ ബാക്കി ഏത് മൃഗവും സാധുവാണല്ലേ? അതിനങ്ങോട്ട് പോയി ഉപദ്രവിക്കാതിരുന്നാൽ മാത്രം മതി. ഓക്കെ, വ്യക്തിപരമായിട്ടുള്ളൊരു ചോദ്യമാണ്. ശരിക്കും ഒരു ആനപ്രേമിയാണോ? തീർച്ചയായിട്ടും എനിക്ക് ആനയെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്കത് തോന്നി, ആ ചോദ്യങ്ങളിൽ ഉത്തരങ്ങൾ കേട്ടപ്പോൾ എനിക്ക് തോന്നി അത് ആനയെ ഒരു തരത്തിലും വിട്ടുകൊടുക്കാത്ത രീതിയിലൊക്കെയാണ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. വിട്ടുകൊടുക്കാത്തതല്ല, പക്ഷെ ഇങ്ങനെ ആനയെ അറിയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ കിട്ടുന്നതൊക്കെ വായിക്കുക, അപ്പോൾ എന്താണ് ഏതാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അങ്ങനെ നോക്കുമ്പോൾ ഓക്കെ. ഇപ്പോൾ ഈ ഒരു ബ്ലാക്ക് ബ്യൂട്ടി ജോലിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാട്ടാനകളൊക്കെ കണ്ടിട്ടുണ്ടാകും. ഒരിക്കൽ കണ്ട ആനകളെ വീണ്ടും തിരിച്ചറിയാനുള്ള ഒരു ശേഷി അല്ലെങ്കിൽ അതുമായിട്ട് എന്തെങ്കിലും ഒരു ആത്മബന്ധം അങ്ങനെയൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ട്? കാട്ടാനകളുമായിട്ട് ഇന്നലെ വന്നവനാ ഇന്ന് വന്നിരിക്കുന്ന അത് പറ്റും. അപ്പം എനിക്കിപ്പോൾ താങ്കളെ ഇന്നിപ്പോൾ കണ്ടു, നാളെ ആണെങ്കിലും താങ്കളെ കണ്ടാൽ യെസ് അഹല്യയിൽ വർക്ക് ചെയ്യുന്ന ആളാണെന്ന് എനിക്ക് തിരിച്ചറിയാം. അതുപോലെ തന്നെ ഓരോ ആനയ്ക്കും നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അതിൻ്റെ കൊമ്പിൻ്റെ ഷേപ്പ്, ചെവി,
അല്ലെങ്കിൽ വാല്, അങ്ങനെ എല്ല്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ തിരിച്ചറിയാൻ പറ്റും. ഇൻഡിവിജ്വൽ ഐഡൻറ്റിഫിക്കേഷൻ എളുപ്പമാണ്, പറ്റും. ഓക്കെ, അപ്പോൾ ഒരു ചെറിയൊരു ആനപ്രേമി തന്നെയാണ് അല്ലേ? ഒരു ആനയോട് സ്നേഹമുള്ള ആന ഇഷ്ടമാണ്. ഇങ്ങനെ ഈ കുട്ടി ആനകളുടെ ഈ സ്വഭാവമൊക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റുമോ? എന്തെങ്കിലും കണ്ട അനുഭവത്തിൽ? കുട്ടി ആനകളെന്ന് വെച്ചാൽ നമ്മുടെ കുട്ടികളെ പോലെ തന്നെയാണ്. ഭയങ്കര ആങ്സൈറ്റിയും എന്തിനും എക്സ്പ്ലോർ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ആന ഒരു സോഷ്യൽ അനിമലാണ്. കണ്ടിട്ടില്ലേ, ഒരു മേട്രിയാർക്കൽ, അതായത് കൂട്ടത്തിലെ ഏറ്റവും വലിയ പിടിയാനയാണ് ആ ഗ്രൂപ്പിനെ കൊണ്ടുപോകുന്നത്. കൊമ്പനാനകൾക്ക് വലിയ റോളില്ല. അവർ ആ മീറ്റിംഗ് ടൈമിൽ മാത്രമേ കൂട്ടത്തിൻ്റെ കൂടെയൊക്കെ കാണാറുള്ളൂ. അതല്ലെങ്കിൽ 10-11 വയസ്സാകുമ്പോൾ they will get separated. സോ മേട്രിയാർക്കൽ സൊസൈറ്റി ആയതുകൊണ്ട് മറ്റേ ആ ഗ്രൂപ്പ് കംപ്ലീറ്റ് ഓഫ് ഫീമെയിൽസ് ആയിരിക്കും. അപ്പോൾ ഈ കുഞ്ഞിൻ്റെ കാര്യങ്ങൾ നോക്കുക ചിലപ്പോൾ അമ്മ മാത്രമായിരിക്കില്ല, ചിലപ്പോൾ ആൻറ്റിമാരായിരിക്കും, ചിലപ്പോൾ ചേച്ചിമാരായിരിക്കും, ചിലപ്പോൾ ഇളയമ്മമാരായിരിക്കും, അമ്മായിമാരായിരിക്കും. എല്ലാവരും കൂടെ ചേർന്നിട്ട് കൂട്ടുത്തരവാദിത്തമാണ് ഈ കുഞ്ഞിനെ വളർത്തുക എന്നുള്ളത്. അപ്പം ആ സോഷ്യൽ സെറ്റപ്പ് തന്നെ നമുക്ക് എന്ത് ശരി എന്ത് തെറ്റെന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് തന്നെ നമുക്ക് കാണാൻ പറ്റും. ചില സമയങ്ങളിൽ ആനക്കുട്ടിയൊക്കെ ഓടി വരുമ്പോൾ മാക്സിമം ഏതെങ്കിലും ഒരു ആന വന്ന് കവർ ചെയ്തിട്ടും കേട്ടില്ലെങ്കിൽ ചെവിയിലൊക്കെ പിടിച്ച് കൈ കൊണ്ട് പിടിച്ച് ഇങ്ങനെ തിരിച്ച് കളിക്കാറുണ്ട്. ശരിക്കും നമ്മൾ എങ്ങനെയാണോ ഒരു കുട്ടിയെ ചെറിയ രീതിയിൽ നമ്മൾ ശിക്ഷിക്കില്ലേ, ആ രീതിയിലൊക്കെ ചിലപ്പോൾ കാലുകൊണ്ടൊക്കെ തട്ടുന്നത് കാണാറുണ്ട്. ഇങ്ങോട്ടേക്ക് വീണ്ടും വരികയാണെങ്കിൽ കാലുകൊണ്ട് തട്ടിയിട്ട് അങ്ങോട്ട് തട്ടുന്നത് കാണാറുണ്ട്. ഉറങ്ങുന്ന സമയത്ത് തൻ്റെ 4 കാലിനും ഇടയിലാക്കി അമ്മ സേഫായിട്ട് ഉറക്കുന്നത് കാണാറുണ്ട്. അപ്പം അങ്ങനത്തെ ഉള്ള രീതികളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നെ ആനക്കുട്ടികളെ സംബന്ധിച്ച് എന്തും എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു ആങ്സൈറ്റി അല്ലെങ്കിൽ ആ ഒരു ടെൻഡൻസി കൂടുതലാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇവർ അതിനെ സേഫ് ഗാർഡ് ചെയ്തുകൊണ്ടിരിക്കും. അത് അമ്മയുടെ ഡ്യൂട്ടി മാത്രമല്ല, ബാക്കി എല്ലാവരും അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കും. അമ്മ ചിലപ്പോൾ തൊട്ടപ്പുറത്ത് നിന്ന് മെയ്യായിരിക്കും, കുഞ്ഞിവിടെ കിടന്ന് കളിക്കുന്നുണ്ടാവും, പാൽ കുടിക്കാൻ മാത്രമായിരിക്കും അമ്മയുടെ അടുത്ത് പോകുന്നത്. ബാക്കി ചേച്ചിമാരോ, ഞാൻ പറഞ്ഞ പോലെ ആൻറ്റിമാരോ, അമ്മായിമാരോ, ഇളയമ്മമാരോ, ശരിക്കും ഒരു കൂട്ടുകുടുംബ വ്യവസ്ഥയാണ് ആനയ്ക്കിപ്പോഴും അല്ലേ? യെസ്. അതുകൊണ്ടാണ് അതിനൊരു സോഷ്യൽ രീതികൾ കൈവരുന്നത്. മനുഷ്യന്മാരോട് ഇച്ചിരി ഇണങ്ങാനും പറ്റുന്നത്. ആ ഒരു സോഷ്യൽ സെറ്റപ്പ് ഉള്ളതുകൊണ്ടാണ് മനുഷ്യനുമായിട്ട് പെട്ടെന്ന് ടൈം ആവുന്നത്. ശരിയാണ്. ഓക്കെ, ഇനിയൊരു ക്ലീഷേ ക്വസ്റ്റ്യൻ ആണ്. നമ്മളിപ്പോൾ ആനകളുടെ ചെവി ഇങ്ങനെ ആട്ടുന്നൊരു പതിവുണ്ടല്ലോ, അത് എന്തിനു വേണ്ടിയിട്ടാണ്? അത് ആനകൾക്ക് ഭയങ്കര പ്രത്യേകതയുള്ള ജീവിയാണ് ആന. ലൈക്ക് ഇപ്പം നാവ് വെളിയിലേക്ക് നീട്ടാൻ പറ്റില്ല, 2 സൈഡും സ്റ്റക്കാണ്. പിന്നെ എന്താ പറയുക, മൂക്കും മേൽചുണ്ടും കൂടെ ചേർന്നതാണ് തുമ്പിക്കൈ. അങ്ങനെയുള്ള കുറേ പ്രത്യേകതകളുണ്ട് ആനയ്ക്ക്. അതിലൊന്നാണ് വേർപ്പ് ഗ്രന്ഥികളില്ല എന്നുള്ളത്. ആനയ്ക്ക് സ്വെറ്റ് ഗ്ലാൻസ് ഇല്ല. ഉണ്ടെങ്കിൽ തന്നെ ആനയുടെ കാലിൻ്റെ നഖത്തിൻ്റെ മേൽവശത്തായിട്ട് കുറച്ചുണ്ട്, വളരെ കുറച്ചേ ഉള്ളൂ. അപ്പോൾ ഇത്രയും വലിയ ശരീരം, ദാറ്റ് ടു ബ്ലാക്ക് ഇൻ കളർ, സ്വെറ്റ് ഗ്ലാൻസ് ഇല്ല. അപ്പോൾ ബ്ലഡ് ടെമ്പറേച്ചർ കുറയ്ക്കാനായിട്ട്, ചൂട് ശരീരത്തിലെ താപനില കുറയ്ക്കാനായിട്ട് ആണ് ഈ ചെവി ആട്ടിക്കൊണ്ടിരിക്കുന്നത്. ആ ചെവി വീശുമ്പോൾ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ ബ്ലഡ് ചെവിയിലേക്ക് പമ്പ് ചെയ്യും. സോ ഈ ചെവി ഒരു ഫാൻ ലൈക്ക് തിങ് ആണ്. ആ വേവി മോഷനിൽ ഈ ബ്ലഡ് കൂളായിട്ട് തിരിച്ച് ബാക്കി ബോഡി പാർട്സിലേക്ക് എത്തും. അപ്പോൾ തൻ്റെ ബോഡി ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ. അടുത്തൊരു ചോദ്യം, ഇപ്പോൾ ആനയുടെ കണ്ണിൽ നിന്ന് ഇങ്ങനെ വെള്ളം വരുന്നതായിട്ടും കണ്ടിട്ടുണ്ട്. അപ്പോൾ പലരും ആന കരയുന്നതാണെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞാൻ ശരിക്കും അങ്ങനെ കരയാണ്? അല്ല, ടിയർ ഗ്ലാൻസ് നമ്മളെ പോലെയല്ല, അത് ഡയറക്റ്റായിട്ട് കണ്ണിൽ നിന്ന് അങ്ങനെ ഒലിച്ചിറങ്ങുന്നത്. അത് കരച്ചിലാണോ അല്ലയോ എന്നുള്ളത് എനിക്കറിയില്ല. പലരും പറയുന്നത് കേട്ടിട്ടുണ്ട് ആന കരയണമെന്നൊക്കെ. പക്ഷെ ചൂട് കൂടുന്ന സമയത്തും ബാക്കി കണ്ണിന് ഇറിറ്റേഷൻ വരുന്ന സമയത്തൊക്കെയാണ് കണ്ണിൽ നിന്ന് വെള്ളം അധികമായിട്ട് വരുന്നത്. ആനയുടെ ഇൽ ഹെൽത്ത് ഉള്ള സമയത്തും ഇങ്ങനെ കണ്ണിന്ന് വെള്ളം ധാരധാരയായിട്ട് വരുന്നത് കാണാറുണ്ട്. ഓക്കെ. ഇനി അവസാനത്തെ ഒരു ചോദ്യം, ആനപ്രേമികളോടും ആനയെ പ്രൊട്ടക്റ്റ് ചെയ്യണം എന്ന് പറയുന്നവരോടും പറയാനുള്ളത് എന്താണ് വെച്ചാൽ, ആന ഉത്സവങ്ങൾക്ക് വേണ്ട എന്ന് പറയുന്ന ആൾക്കാരുണ്ട്, ആനയെ ഉപദ്രവിക്കരുതെന്ന് പറയുന്ന ആൾക്കാരുണ്ട്, ആന വേണം, അത് നമ്മുടെ ഒരു പാരമ്പര്യത്തിൻ്റെ ഭാഗമാണെന്ന് പറയുന്നവരോടും, രണ്ടുപേരോടും പറയാനുള്ളൊരു കാര്യം എന്താണ്? അങ്ങനെ പറയുകയാണെങ്കിൽ ഉള്ള ആനകളെ നന്നായി നോക്കുക, അതിൻ്റെ ഹെൽത്ത് സ്റ്റാറ്റസ് ഇമ്പ്രൂവ് ചെയ്യാനും അതിന് വേണ്ട കാര്യങ്ങളും ചെയ്തു കൊടുത്ത് ഉള്ളതിനെ, ഇപ്പം നാട്ടാനകളെ സംബന്ധിച്ചാണെങ്കിൽ ഉള്ള ആനകളെ നല്ല രീതിയിൽ നോക്കുക. കാടിനെ സംബന്ധിച്ചാണെങ്കിൽ കാട്ടിൽ മാക്സിമം ഡിസ്റ്റർബൻസ് ഇല്ലാത്ത രീതിയിൽ നമ്മളുടെ ആക്ടിവിറ്റീസ്, ഹ്യൂമൻ ആക്ടിവിറ്റീസ് മാക്സിമം, അത് ആനയ്ക്ക് മാത്രമല്ല ഏതൊരു വൈൽഡ് അനിമലിനും ഡിസ്റ്റർബൻസ് ആവാതെ അല്ലെങ്കിൽ കാടിന് ഹനിക്കുന്ന രീതിയിലാവാതെ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന രീതിയിൽ നോക്കുക.
എപ്പോഴും അതിപ്പോൾ 2 കാറ്റഗറി, കാട്ടിലുള്ള ആനകളെ സ്നേഹിക്കുന്നവരാണെങ്കിലും നാട്ടിലുള്ള ആനകളെ സ്നേഹിക്കുന്നവരാണെങ്കിലും അല്ലെങ്കിൽ കമ്പൈൻഡായിട്ട് ആനകളെ മൊത്തത്തിൽ സ്നേഹിക്കുന്നവരാണെങ്കിലും അവരെപ്പോഴും ഓർക്കുക ഇറ്റ്സ് എ വൈൽഡ് ആനിമൽ. അത്രേ ഉള്ളൂ അല്ലേ? ഓക്കെ, എന്തായാലും താങ്ക് യു സോ മച്ച് സാർ. ആനകളെക്കുറിച്ച് ഇത്രയധികം കാര്യങ്ങൾ ഞങ്ങളുമായിട്ട് ഷെയർ ചെയ്തതിൽ ഒരുപാട് സന്തോഷം. ഇനിയും ഒരുപാട് അനുഭവങ്ങൾ ഈ ഒരു കരിയറിൽ ഉണ്ടാവട്ടെ എന്ന് ഞാൻ വിഷ് ചെയ്യുന്നു. താങ്ക് യു സോ മച്ച്. പോസിറ്റീവായിട്ടുള്ള അനുഭവങ്ങൾ. പോസിറ്റീവായിട്ടുള്ള അനുഭവങ്ങൾ, അതെ അത് അങ്ങനെയാണ് ഉദ്ദേശിച്ചത് കേട്ടോ. ഓക്കെ, നല്ല അനുഭവങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. സാറ്റർഡേ സവാരി ഇവിടെ പൂർണ്ണമാവുകയാണ്. ശിവശങ്കർ വി ആയിരുന്നു നമ്മുടെ കൂടെ ഇന്ന് ആനകളെക്കുറിച്ച് പങ്കുവച്ചത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായി എന്ന് പ്രതീക്ഷിക്കുന്നു. ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നു ഞാൻ സുനിൽ. നന്ദി, നമസ്കാരം.